ഹരിമോഹനും ടി വി പ്രസാദുമാണ് ചേരുന്നത്. ഹരിമോഹൻ, ഏറ്റവും ഗുരുതരമായ കാര്യം അമൂല്യമായ ഉരുപ്പടികൾ, അതിനൊന്നിലും കണക്കില്ല. വിലപിടിപ്പുള്ള വസ്തുക്കൾ എവിടെ എന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരമില്ല. ഈ 2019 തന്നെ എ പത്മകുമാറിന് ഇത് സംബന്ധിച്ച കത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ ആർ ജി രാധാകൃഷ്ണൻ ഇത് പറയുകയാണ്. പക്ഷേ തുടർന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ കണക്കുകളൊന്നും സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം സ്വർണം നഷ്ടമായി എന്നത് പോലും വിലയിരുത്താൻ കഴിയാത്ത സാഹചര്യമാണല്ലേ. എന്തൊക്കെ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ കത്തിലുള്ളത്? വിനിത, അമൂല്യമായ ഉരുപ്പടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ അമൂല്യമായ ഉരുപ്പടികൾ സുരക്ഷിതമല്ല, ദേവസ്വം ബോർഡിനുള്ള കീഴിലെ ക്ഷേത്രങ്ങളിലുള്ള അമൂല്യമായ ഉരുപ്പടികൾ സുരക്ഷിതമല്ല എന്നുള്ള വിവരങ്ങൾ അടങ്ങിക്കൊണ്ടുള്ള പരാമർശങ്ങൾ അടങ്ങിക്കൊണ്ടുള്ള ഒരു കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അന്ന് എ പത്മകുമാറാണ്. പത്മകുമാറിന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണറായ ആർ ജി രാധാകൃഷ്ണൻ അയച്ചിരിക്കുന്നത്. അന്ന് 2019 സെപ്റ്റംബർ 3 ഈ കത്ത് അയച്ചിരിക്കുന്നത്. ആ കത്ത് അയക്കുന്ന സമയത്ത് ഈ പറയുന്ന പാളികൾ, ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലാണ്. 11-ാം തീയതി മാത്രമാണ് അത് സന്നിധാനത്ത് തിരിച്ചെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതായത് 2019 ഓഗസ്റ്റ് 5 ആർ ജി രാധാകൃഷ്ണൻ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇന്നലെ അറസ്റ്റിലായ KS ബൈജുവിന് ശേഷം ആർ ജി രാധാകൃഷ്ണൻ സ്ഥാനം ഏറ്റെടുക്കുകയാണ് തിരുവാഭരണം കമ്മീഷണറായിട്ട്. ആ കമ്മീഷണറായി സ്ഥാനമേറ്റ ഉടൻ തന്നെ ആർ ജി രാധാകൃഷ്ണൻ പരിശോധിക്കുന്നത് രേഖകളാണ്, അമൂല്യ ഉരുപ്പടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്ററുകളാണ്. പക്ഷേ ഇവയൊക്കെ പരിശോധിച്ചിൽ നിന്ന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആർ ജി രാധാകൃഷ്ണൻ കണ്ടെത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ക്ഷേത്രങ്ങളിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണം, അതുപോലെ ഭരണിപ്പാത്രം തുടങ്ങിയ അമൂല്യമായ വസ്തുക്കളുടെ നടവരവോ വിനിയോഗമോ 4-ാം രജിസ്റ്ററോ ഒന്നും തന്നെ പരിപാലിക്കപ്പെടുന്നില്ല, സൂക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ആർ ജി രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേജർ ദേവസ്വങ്ങളിലെയും മറ്റു ദേവസ്വങ്ങളിലെയും നടവരവ് സാധനങ്ങളുടെ കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെന്റുകൾ 6 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ മുകളിലുള്ള ഓഫീസിലേക്ക് അയക്കേണ്ടതാണ്. പക്ഷെ അതിവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 6 മാസത്തിലൊരിക്കൽ പോലും അത്തരത്തിൽ റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായി ഉന്നയിക്കപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ 15 വർഷത്തോളമായി ഈ പറയുന്ന, അതായത് 2019 അയക്കുന്ന കത്താണെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതുവരെയുള്ള 15 വർഷത്തോളമായി ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നിയമപരമായി അവിടെ ചെയ്യുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലോടുകൂടിയ കത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റിന് അന്ന് അയക്കുന്നത്. പക്ഷേ ഇന്നിപ്പോഴാണ് ഈ കത്ത് പുറത്തു വരുന്നത്. ടി വി പ്രസാദ് കൂടി ചേരുകയാണ്. പ്രസാദ്, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ചൂണ്ടിക്കാണിച്ചത് ഇത് തന്നെയാണ്. കൃത്യമായ കണക്കുകൾ ഒന്നിനുമില്ല, രേഖകളില്ല, അടിമുടി വീഴ്ച ദേവസ്വം ബോർഡിന് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. 2019 ഒരു ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് പോരായ്മകൾ അല്ലെങ്കിൽ ഇതിന്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു കത്ത് നൽകിയിട്ടും അതിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ്. അപ്പോൾ ഒരു കൊള്ളയ്ക്ക് അരങ്ങൊരുക്കുന്ന രീതിയിൽ തന്നെ അവിടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഒരു കാര്യം ഉറപ്പാണ് വിനീത, ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അതുപോലെ കട്ടിളപ്പടിയിൽ നിന്നും മാത്രമല്ല സ്വർണം നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഈ കത്തിലൂടെ വ്യക്തമാകുന്നത്. എല്ലാ കാര്യങ്ങളും അവിടെ താറുമാറായിരുന്നു എന്നതിന്റെ തെളിവാണ് മുൻ തിരുവാഭരണം കമ്മീഷണർ കൂടിയായ ആളുടെ കത്ത്. ആ കത്തിന് വലിയ പ്രസക്തിയുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിന്റെ നേർചിത്രമാണ് ഈ കത്തിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് എന്നുള്ളത് അത് വിലമതിക്കാൻ പറ്റാത്തതാണ്. അത്രയേറെ കോടികളുടെ മൂല്യമാണ് പല സാധനങ്ങൾക്കും ഉള്ളത്. അതാണ് അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ തെളിവ് കൂടിയായി ഈ കത്ത് വരികയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ നിൽക്കുന്ന സമയത്താണ് അന്നത്തെ തിരുവാഭരണം കമ്മീഷണറുടെ കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം. ഒരു പക്ഷേ ഇത് മാത്രമല്ല ശബരിമലയിലും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലും സംഭവിച്ചിട്ടുണ്ടാവുക എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. അതായത് ആ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ഏൽപ്പിച്ച സംവിധാനമാണ് നമ്മുടെ ദേവസ്വം ബോർഡുകൾ. അങ്ങനെ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഇടനിലക്കാരുടെ സഹായത്തോടു കൂടി ഒരു നെക്സസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ശബരിമല മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും അവസാനം ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ ഏറെ സീരിയസ് ആണ് ഈ കത്ത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിലും വലിയ സംഭവങ്ങൾ ശബരിമലയിലും അതോടൊപ്പം മറ്റ് ക്ഷേത്രങ്ങളിലും നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് വിനീത.